ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 B6 ഉള്ള വണ്ടിയാണ്. നമുക്ക് വർക്ക് വന്നതാണെന്ന് വെച്ചാൽ ജനറൽ സർവീസ് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക. അത് മാത്രമാണ് വർക്ക്. കംപ്ലൈൻ്റ് ആയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞല്ലോ കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്. വണ്ടി വന്നപ്പോൾ ഉള്ള ലൈനറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. വണ്ടി ഓട്ടം കുറവാണ്, അപ്പോൾ നിലവിൽ അങ്ങനെ കാര്യമായിട്ടുള്ള തേയ്മാനമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ലൈനറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ആ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്തിട്ടോ കേട്ടോ. ബാക്ക് വീലിൻ്റെ ഈ ഷാഫ്റ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെയറിങ്ങിനോ കാര്യങ്ങൾക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ ബാക്ക് ടയർ നോക്കി, ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് ഗിയർ ഓയിലൊക്കെ നമ്മൾ നോക്കിയായിരുന്നു കേട്ടോ. ഓയിൽ നല്ല ഓയിലാണ്. അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ. കമ്പനി ഫിൽറ്റർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനാണ്. പുതിയ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഓൾറെഡി റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് അയച്ചാണ്. ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ക്ലച്ചിൻ്റെ ഓരോ പാർട്സ് നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻസോ തേയ്മാനോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ബാറ്ററി ആയാലും വലിയ പഴക്കമായിട്ടില്ല. 2025 ഫസ്റ്റ് വെച്ചാണ് ബാറ്ററി. 2025 ഫെബ്രുവരിയിൽ വെച്ചാണ് ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി 12 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 9.32. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്തും ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ. ആക്സിലേറ്റർ കേബിളൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ടയറിൻ്റെ എയറൊക്കെ ഇത്തിരി കുറവുണ്ട്. അപ്പോൾ എയർ ഒന്ന് അടിക്കണം. ഫ്രണ്ടും ബാക്ക് എയറൊക്കെ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്യുക. ഫ്രണ്ട് ഷോക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കോൺസെപ്റ്റ് ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കേ ഉള്ളൂ മെയിനായിട്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി, അപ്പോൾ ഒരു 1000-1200 കിലോമീറ്റർ കൂടി ഓടാനുണ്ട് നമുക്ക് കേട്ടോ. കിലോമീറ്റർ ആയുള്ള ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ഇപ്പോൾ തൽക്കാലം മാറ്റേണ്ടതായിട്ടില്ല. സ്പാർക്ക് പ്ലഗ് ആയാലും ഇനി ക്ലീൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമുക്കൊരു ജനറൽ സർവീസാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ. ഓക്കെ.